മലയാളത്തിൻ്റെ ആദ്യ സകലകലാവല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാം തിക്കുറിശ്ശി സുകുമാരൻ നായരെ. കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം മുതൽ സിനിമയിൽ തിക്കുറിശ്ശി കൈവയ്ക്കാത്ത മേഖലകളില്ല. സിനിമയിലായാലും നാടകത്തിലായാലും ഒരു വ്യത്യസ്തത സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. തമിഴ് ശൈലിയെ പുറംകാല കൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകരംഗത്തേക്കുള്ള പ്രവേശം തന്നെ. 1916 ഒക്ടോബർ 16 ഇന്നത്തെ നാഗർകോവിലിൻ്റെ ഭാഗമായ തിക്കുറിശ്ശിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു സുകുമാരൻ നായരുടെ ജനനം. 8ാമത്തെ വയസ്സിൽ തന്നെ കവിത എഴുതി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കലാരംഗത്തേക്കുള്ള കടന്നുവരവ് നാടകകൃത്തായിട്ടായിരുന്നു. മരീചിക, കലാകാരൻ എന്നീ നാടകങ്ങളുടെ വിജയം അദ്ദേഹത്തിലെ എഴുത്തുകാരന് ഊർജം പകരുന്നതായിരുന്നു. സ്ത്രീ, മായ, ശരിയോ തെറ്റോ എന്നീ നാടകങ്ങൾ കൂടി ആ തൂലികയിൽ നിന്നും വന്നു. യാഥാർത്ഥ്യവും സാമൂഹിക പ്രതിബദ്ധതയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നാടകവും. സ്വന്തം നാടകമായ സ്ത്രീയുടെ ചലച്ചിത്രാവിഷ്കാരവുമായി 1951 തിക്കുറിശ്ശിയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവ്. നിർമ്മാതാവും നായകനും അദ്ദേഹം തന്നെ. ആദ്യ സംരംഭം പക്ഷേ തിക്കുറിശ്ശിക്ക് നിരാശ മാത്രമായിരുന്നു സമ്മാനിച്ചത്. എന്നാൽ തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ജീവിത നൗക തിക്കുറിശ്ശിയുടെ മാത്രമല്ല, മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റി. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റും ജീവിത നൗകയായിരുന്നു. ഹിന്ദി ഉൾപ്പെടെ 4 ഭാഷകളിലേക്കാണ് ചിത്രം മൊഴി മാറ്റിയത്. മധുരിത പ്രേമ മധു തുളുമ്പുമീ സുരഭില മലരാലേ മഹിയിൽ മാമക മനുജ ജീവിതം മഹിതമായിടും ബാലേ. പക്ഷേ മഞ്ഞു തുള്ളിയാകുമെന്നെ മാണിക്യ കല്ലായി മാറ്റിയേവം മാറ്റുകൂട്ടാൻ മഞ്ഞിൽ സാധ്യമാമോ. സ്ത്രീക്ക് ശേഷം 1953 സ്വന്തം നാടകമായ ശരിയോ തെറ്റോ കൂടി അദ്ദേഹം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. ഈ ചിത്രത്തിലെ മുഖ്യവേഷം കൈകാര്യം ചെയ്തതിനു പുറമെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, സംവിധാനം എന്നിവയും തിക്കുറിശ്ശിയായിരുന്നു. ഈ ചിത്രത്തോടെയാണ് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തിക്കുറിശ്ശി മാറിയത്. 13 ചിത്രങ്ങൾക്ക് ഗാനരചന നിർവഹിച്ച അദ്ദേഹം 700ഓളം ചിത്രങ്ങളിലാണ് വേഷമിട്ടത്. ഇതിൽ ജീവിത നൗക, നവലോകം, വിശപ്പിൻ്റെ വിളി, ഇരുട്ടിൻ്റെ ആത്മാവ്, സ്വയംവരം, ഉമ്മ, ഭക്തകുചേല, തുലാഭാരം എന്നിവയിലെ പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തിലകം ചാർത്തി ചികിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ. തിലകം ചാർത്തി ചികിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ. ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാത്തോരു തലയോടായി. 1968 പുറത്തിറങ്ങിയ വിരുദൻ ശംഖുവിലാണ് തിക്കുറിശ്ശി ആദ്യമായി ഒരു മുഴുനീള ഹാസ്യ ചിത്രത്തിൽ വേഷമെടുത്തത്. ഹിസ്ഹനസ് അബ്ദുള്ളയിലെ അന്ധനായ പ്രതിനായക വേഷവും ശ്രദ്ധേയമാണ്. വിശപ്പിന്റെ വിളിയിലൂടെ അബ്ദുൽ ഖാദറിനെ പ്രേംനസീറാക്കിയത് തിക്കുറിശ്ശിയായിരുന്നു. നടൻ രാജൻ പി ദേവിന്റെ പിതാവ് ദേവസിയെ എസ് ജെ ദേവ് ആക്കിയതും മാധവൻ നായരെ മധുവാക്കിയതും കെ ബേബി ജോസഫിന് ജോസ് പ്രകാശ് എന്ന് പേരിട്ടതും കുഞ്ഞാലിയെ ബഹദൂറാക്കിയതും പത്മതളാക്ഷനെ കുതിരവട്ടം പപ്പുവാക്കിയതുമെല്ലാം തിക്കുറിശ്ശിയാണ്. മോഹൻലാലിന്റെ മകന് പ്രണവ് എന്ന പേര് നൽകിയതും അദ്ദേഹം തന്നെ. 47 വർഷമാണ് തിക്കുറിശ്ശി കലാരംഗത്ത് നിറഞ്ഞു നിന്നത്. ഇക്കാലയളവിൽ പത്മശ്രീ, ഫിലിംഫെയർ സംസ്ഥാന പുരസ്കാരങ്ങൾ മുതലായവ അദ്ദേഹത്തെ തേടിയെത്തി. താൻ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച പ്രേം നസീറിൻ്റെ പേരിലുള്ള പുരസ്കാരം വാങ്ങാനുള്ള അവസരവും അദ്ദേഹത്തിനുണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. 1996 മാർച്ച് 11 80ാം വയസ്സിൽ തിക്കുറിശ്ശി ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി.